വലിയ തോതിലാണ് പെൻഷൻ പരിഷ്കരണം വരുന്നത്. അപ്പോൾ ആ തരത്തിൽ അശ്വനി വൈഷ്ണവ് എന്ന് പറയുന്ന റെയിൽവേയുടെ വകുപ്പ് കൂടെ ചുമതല വഹിക്കുന്ന അശ്വനി വൈഷ്ണവാണ് ഈ വിവരം പത്രക്കാരോട് പറഞ്ഞത്. അങ്ങനെ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുകയാണ് 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ. അപ്പോൾ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. ശമ്പള സ്കെയിലിൽ വലിയ മാറ്റമുണ്ടാകും, അതിനനുസരിച്ചുള്ള ആനുകൂല്യം ഉണ്ടാകും. അതുപോലെ തന്നെ കഴിഞ്ഞ ജൂലൈ 31 മുതലുള്ള DA കൊടുക്കാനും തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ DA തീരുമാനമായി. അതിപ്പോൾ ജൂലൈ 31 ജൂലൈയിൽ കൊടുക്കാൻ തീരുമാനമായാൽ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആവാൻ പോകും. 4-5 മാസത്തെ DAയും കിട്ടും. ശമ്പള പരിഷ്കരണം കണക്കനുസരിച്ചാണെങ്കിൽ 2016 ജനുവരി 1 വന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ 10 വർഷത്തിലൊരിക്കൽ തീരുമാനം വരേണ്ടതുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ 18 മാസം കൊണ്ട്, അപ്പോൾ ഇനി 18 മാസം എന്ന് പറയുമ്പോൾ 25 ആയി. 26 ജനുവരി 1 ആവാൻ 18 മാസം ഇല്ല. പക്ഷേ ഇതിൻ്റെ പഠനങ്ങളൊക്കെ നേരത്തെ നടത്തി കാണും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജനുവരി 1 മുതൽ നടപ്പിലാക്കുമോ അതോ കുറച്ചുകൂടെ നീളുമോ? എന്തായാലും 18 മാസക്കാലമാണ് ഈ ശമ്പള കമ്മീഷൻ്റെ കാലാവധിയായി വെച്ചിരിക്കുന്നത്. അപ്പോൾ 2026 ജനുവരി 1 ഇത് കൊടുക്കുമോ അതോ കുറച്ചുകൂടി നീളുമോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും കേരളത്തിലെ വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർ, അത് രാജ്യത്തെയും കേരളത്തിലെയും ഈ 50 ലക്ഷത്തിൽ നല്ലൊരു ശതമാനം കേരളത്തിലുമുണ്ടല്ലോ, അവർക്ക് വലിയൊരു ആശ്വാസവും അവർക്ക് വലിയ സന്തോഷവും ആനന്ദവും നൽകുന്നതാണ് അടുത്ത ശമ്പള പരിഷ്കരണ കമ്മീഷൻ വന്നിരിക്കുന്നത്. അപ്പോഴും കേരളത്തിൽ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതിനിടയിലാണ് വിവാദങ്ങൾ ഒന്നൊഴിയാതെ ഗവൺമെൻറ്റിനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ശബരിമല തലവേദനയായി, മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു വന്നു. ഇപ്പോൾ PM ശ്രീയിലേക്ക് ഉടക്കി നിൽക്കുകയാണ്. PM ശ്രീ ഏകദേശം ഇന്ന് പരിഹരിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം മന്ത്രിമാരെല്ലാം മന്ത്രിസഭയിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്.